ഹായ് നമസ്കാരം. എൻ്റെ പേര് സ്റ്റെബിൻ. വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ചാനൽ. ഒരു 100 ദിവസം പിന്നിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു പ്ലേസിലുണ്ടായിരുന്ന ഒരു ലൈഫായിരുന്നു എൻ്റെ. ബേസിക്കലി പറയുവാണെങ്കിൽ അൺഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നൊരു ലൈഫായിരുന്നു എൻ്റെ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രയോറിറ്റി സെറ്റ് ചെയ്തപ്പോൾ അതിൽ വന്ന ഫസ്റ്റ് കാര്യമായിരുന്നു എൻ്റെ ഫിസിക്കൽ ഹെൽത്ത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിലെ തൊട്ടേ അലർജിയൊക്കെ ഉണ്ടായിട്ട് ഇസ്നോഫീലിയാണ്. അത് വന്നിട്ട് നേരെ ചൊവ്വേ ഒന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നല്ല ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റാതെ ഇരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം അലർജിക് ടു കോഫി പ്രോട്ടീൻസ് ആൻഡ് സിട്രിക് ഫ്രൂട്ട്സ്, ഷെൽ ഫിഷസ്, പിന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ പൈനാപ്പിളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് ഹെൽത്ത് വൈസ് വളരെ വീക്കായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫാറ്റൊക്കെ ഇട്ടിട്ട് ബോഡി, എൻ്റെ ബോഡി ഇതിൽ ഞാൻ ഓവർ വെയ്റ്റ് ആയിരുന്നു. പക്ഷേ സ്ട്രൈറ്റ് കാറ്റഗറിയിൽ ഒരു തുടക്കത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ബോഡിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഒരു 100 ദിവസം മുന്നേ വരെ. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ഇനി ഏകദേശം ഈ വർഷം എനിക്ക് 30 വയസ്സ് തികയും. അപ്പം അതിന് മുന്നെയെങ്കിലും എൻ്റെ ബോഡി എൻ്റെ പീക്ക് പൊട്ടൻഷ്യൽ എത്തിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആഗ്രഹം വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. ഞാൻ പണ്ടെങ്ങാണ്ടോ ഹൃത്തിക് റോഷൻ പറഞ്ഞ ഏതോ ഒരു റീലിൽ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഗെറ്റ് യുവർ പീക്ക് ഫിസിക് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ് ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡി എത്രത്തോളം കേപ്പബിൾ ആണെന്ന്. അപ്പം അങ്ങനെ അതെൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഐ ഓൾവേസ് ട്രൈഡ് ഇറ്റ്, ബട്ട് ഐ നെവർ അച്ചീവ്ഡ് ഇറ്റ്. മെയിൻലി ഇപ്പോൾ ജിമ്മിലൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം പോവും. പക്ഷേ ഫുഡ്, എന്താ പറയുക, ഓവർ ഈറ്റിംഗ്, അല്ലെങ്കിൽ അറിയില്ല എന്തൊക്കെ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല. അങ്ങനെ ആയിരുന്നു. ഞാൻ 74.5 എൻ്റെ വെയിറ്റ് ഞാൻ 100 ദിവസം മുന്നേ. ഈ 100 ദിവസം അവസാനിച്ച് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി അവസാനിച്ച് നോക്കിയപ്പോൾ 64.5 ഏകദേശം 10 കിലോയോളം ഞാൻ കുറച്ചു. 10 കിലോയോളം ഞാൻ കുറച്ചിട്ട് എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, ബോഡിയിൽ മാത്രമല്ല, എൻ്റെ മാനസികപരമായിട്ടും, അല്ലെങ്കിൽ സന്തോഷം, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഷർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറെപ്പോഴും നമുക്കിങ്ങനെ എക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ റീലിലൊക്കെ കാണാറില്ലേ, പ്രായമായ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അങ്കിൾമാരൊക്കെ എന്താണ് ഫോട്ടോ എടുക്കാൻ നേരം വയറിങ്ങനെ എക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെയായിരുന്നു ഞാനും. ഇത് ഇൻഷർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ അതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എയർ പിടിച്ച് ഇങ്ങനെ നിൽക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ അധികം പൊണ്ണത്തടിയുള്ള ആളല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു ഞാനങ്ങനെ ഒരു അങ്ങനെ നടന്ന ആളാണ്. ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടാണ് ഞാനിത് കുറയ്ക്കുന്നത്. അത് പെയ്ഡ് പ്രോഗ്രാമായിരുന്നു. പെയ്ഡ് പ്രോഗ്രാമിന് ആ സമയത്ത് പെയ്ഡ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ അപ്പോഴത്തെ ഗേൾ ഫ്രണ്ട്, ഇപ്പോൾ എക്സ് ഗേൾ ഫ്രണ്ട്, പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഷി വാസ് സേയിങ് ദാറ്റ് എന്താ പറയുക, ഐ എം ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ അങ്ങനെ പറഞ്ഞ. ഓക്കെ, മേ ബി അവളുടെ കാഴ്ചപ്പാടിൽ ഞാനത് ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ചെയ്തിരുന്നത്. എൻ്റെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൈസ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എൻ്റെ മൈൻഡ് സെറ്റ്. ഞാനല്ലാതെ വേറെ അധികം ഇപ്പോൾ സ്വയം ഹാപ്പി ആക്കാൻ, അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ അധികം പൈസ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. ഭയങ്കര ഫ്രൂഗലായിട്ട് ജീവിച്ചൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അല്ല ചിന്തിക്കുന്നത്. അത് പിന്നീട് പറയാം. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ UK വന്നിട്ട് ഒരു മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു 3 ജോലിയോളം ഞാൻ ഒറ്റ സമയത്ത് ചെയ്തിട്ടുണ്ട്. നേരെ ചൊവ്വൊന്നും തിന്നാതെ, നല്ല ഡ്രസ്സുകളൊന്നും മേടിക്കാതെ.
അങ്ങനെയൊക്കെ ഇരുന്ന് കടങ്ങളൊക്കെ തീർത്ത് അങ്ങനെ ഫ്രൂഗലായിട്ട് ജീവിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ലൈഫിൽ തന്നെ വളരെ എന്താ പറയാ ഒരു ഇത് തോന്നും. ഒരു ഗിൽറ്റാണോ അറിയില്ല, ഒരു ഡിസപ്പോയിൻമെന്റ് ആണോ, അതായിരിക്കും, ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നമ്മൾ ഈ ഉണ്ടാക്കുന്നതെല്ലാം ഇങ്ങനെ കടം തീർക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൂഗലായിട്ട് ജീവിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളൊരു തോട്ടുണ്ടായി. അതിനുശേഷമാണ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് ജീവിക്കാനും ലൈഫ് എൻജോയ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്താൽ അതിലെനിക്കൊരു കുറ്റബോധം വരാത്തത്. കുറ്റബോധം വരേണ്ട ആവശ്യമുണ്ടോയെന്ന് ഉള്ളത് തന്നെ വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഞാൻ ഈ ട്രാൻസ്ഫോർമേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലൊരു ഓൺലൈൻ പ്രോഗ്രാം ആയിരുന്നു. EIT അക്കാഡമി എന്ന് പറയുന്നൊരു ഒരു ഓൺലൈൻ പ്രോഗ്രാം. അതിൽ അവർ വഴിയിട്ട് ഡെയിലി കോച്ചിങ് ഉണ്ട്. പിന്നെ നമ്മുടെ മീൽ പ്ലാൻസ് അതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. നമ്മുടെ ഡെയിലി വർക്കൗട്ട്സ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. അവരൊരു എന്താ പറയുക, നമ്മളെ അക്കൗണ്ടബിൾ ആക്കും. നമ്മൾ ഡെയിലി അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്ലാനിനോട് കുറെ കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കും, ഡിസിപ്ലിൻഡ് ആവാൻ ശ്രമിക്കും. എന്ന് വെച്ച് ഞാൻ ഇടയ്ക്കൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നല്ല, നമ്മൾ പഠിച്ച കള്ളന്മാരല്ലേ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ കൺട്രോൾ ചെയ്തിട്ട് പറ്റാതെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ ചീറ്റ് മീലൊക്കെ എടുക്കും. എന്നാലും ഞാൻ നെക്സ്റ്റ് ഡേ ഒക്കെ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ കാർഡിയോ ചെയ്ത് അത് ബേൺ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും അത്ര ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ 10 കിലോ കുറച്ചെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഒരു പീക്ക് ഫിസിക്ക് അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എൻ്റെ ആ പ്രോഗ്രാം കഴിഞ്ഞു, ഇനി എന്ത്? ഞാൻ റീബൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. 64.5 എന്നുള്ളത് ഇന്ന് രാവിലെ ഞാൻ ചെക്ക് ചെയ്തത് 66.5 ആയി. 2 കിലോ കൂടി വിത്തിൻ 2 weeks ടൈം. അപ്പോൾ ഞാൻ റീബൗണ്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്കൊക്കെ ആണെങ്കിൽ ഞാൻ സ്നാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൽമണ്ട്സ് മേടിച്ച് വെച്ചു, 1 കിലോ അങ്ങോട്ട് മേടിച്ച് വെച്ചിട്ട് അതിലിനി ഒരു 250 ഗ്രാം ബാക്കിയുള്ളൂ. ഒരു 3 or 4 ഡേയ്സിൽ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ അത്രയും എന്താണ്, എനിക്ക് സെൽഫ് ഡിസിപ്ലിൻ കുറവുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ചാനൽ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അതാണ് ഫസ്റ്റ് റീസൺ. ഞാനിപ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ തന്നെ ആവും പിന്നീടിരുന്ന് നോക്കുന്നത്, ഓക്കെ ഞാനിതെല്ലാം മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഐ നീഡ് ടു സ്ട്രിക്ട്ലി ഫോളോ ദിസ് പ്ലാൻ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനൽ, ദ ഫസ്റ്റ് റീസൺ. പിന്നെന്താ പറയുക, പിന്നെ പറയുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ വളരെ ബാഡ് മെമ്മറി ഉള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 6 മാസം മുന്നേ അല്ലെങ്കിൽ 1 year മുന്നേ സംഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ ടു റീകളക്ട് ദ മെമ്മറീസ്. അതാണ് പ്രശ്നം എൻ്റെ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊന്നും എൻ്റെ ബാഡ് മെമ്മറി ആവാം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ട്രാപ്പിലായിട്ട് എന്താണ് കീപ്പ് ഓൺ വി ആർ like feeding information to our brain, right? So our memories are like feeding away. So അതാണ് മെയിൻ പ്രശ്നം എന്ന് തോന്നുന്നു. പക്ഷെ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഓക്കെ, ഈ സോഷ്യൽ മീഡിയ നമ്മളെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെ കാർവ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് why shouldn't I benefit from it? അതായത് നമ്മുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാമല്ലോ. എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ മെമ്മറീസ് എല്ലാം ഒരിടത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എല്ലാം ഒരിടത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് വേ ഓഫ് യൂസിങ് ദ ടെക്നോളജി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതാണ് സെക്കൻഡ് റീസൺ. അതായത് എൻ്റെ ലൈഫ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ ലൈഫിൽ എങ്ങനെയാണ് ഞാൻ പ്രോഗ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനായിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ UK മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു IT കമ്പനിയിൽ iOS ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ അവിടെ ഒരു 3 years ആയി. അപ്പോൾ ഇപ്പോൾ എനിക്കിതറിയാം. ഇതിന് മുന്നേ ഒരു 5 വർഷം മുന്നേ ഞാൻ നാട്ടിൽ IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, iOS ഡെവലപ്പറായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മെജോറിറ്റി ഓഫ് ദ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആൾക്കാരെയൊന്നും മറന്നിട്ടില്ല കേട്ടോ, ആൾക്കാരെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഇൻസിഡൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ
അത് ഒരു ഓഫീസിൽ നടന്നൊരു ഡേയിൽ നടന്നൊരു സംഭവം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ മെമ്മറി വളരെ വീക്കാണ്. ഇതാണ് സെക്കൻഡ് റീസൺ. അപ്പോൾ എനിക്കിനി ഒരു ആഫ്റ്റർ 5 years or after 10 years if I want to remember like what happened in 2026, ഫോർ എക്സാമ്പിൾ മെയിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ നോക്കാം, ഓക്കെ മെയ് 2026, oh this is what happened, this was how I was living in 2026 എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ, അക്കൗണ്ടബിലിറ്റി, പിന്നെ പിന്നെ വേറെന്താ, പിന്നെ ഒരു കമ്മ്യൂണിറ്റി. നമ്മൾ ജെന്യുവനായിട്ട് നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഉയർച്ചകൾ എല്ലാം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ജെന്യുവനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ സറൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ആവറേജാണ് നമ്മളെന്ന് പറയും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്ത, അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ ലൈഫ് സ്റ്റൈൽ അല്ല എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ആകുമ്പോഴത്തേക്ക് ലൈഫിൽ കുറേ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിന്നിട്ട് എനിക്കൊരു പിന്നീടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മൈ ടൈം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ പ്ലാൻ. ഈ 3 റീസൺസ് ആണ് ഉള്ളത്. എന്താ ഞാൻ പറഞ്ഞ, അക്കൗണ്ടബിലിറ്റി പറഞ്ഞായിരുന്നു, സെൽഫ് ഡെവലപ്മെൻറ്റ് പറഞ്ഞായിരുന്നു, കമ്മ്യൂണിറ്റി അത് പറഞ്ഞായിരുന്നു. ഇതെല്ലാം പറഞ്ഞു. പിന്നെ പിന്നെ എൻ്റെ എൻ്റെ ചുറ്റുപാടൊന്നും പറഞ്ഞില്ല. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വിതുര എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. ഞാൻ ജനിച്ച അവിടെ അല്ല എങ്കിലും വളർന്നതെല്ലാം അവിടെയാണ്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ എല്ലാവരും അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് UK മൂവ് ചെയ്തിട്ട് ഒരു 4 വർഷം ആവുന്നു. എന്നിട്ട് ഇവിടെ ലണ്ടനിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ അവേ ആയിട്ട് ഒരു വില്ലേജ് എന്ന് പറയാം, അവിടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ലൈഫിൽ ഫിസിക്കലി ഞാൻ ഒരു ഫിറ്റ്നസ് അച്ചീവ് ചെയ്തെങ്കിലും ലൈഫിൽ ഇനിയും എവിടേക്ക് എത്താൻ ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ടാണ് I need to be accountable to something or someone or some system എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിവേ ഐ എം യൂസിങ് ഇൻ്റർനെറ്റ്, സോ ഐ നീഡ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആസ് മച്ച് ആസ് ഐ ക്യാൻ. അതാണ് എൻ്റെ മെയിൻ കാര്യങ്ങൾ. ഞാൻ പിന്നെ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംസാരിക്കണമെന്ന്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല ഇതെങ്ങനെ ടേൺ ഔട്ട് ചെയ്യുമെന്ന്. ഞാനൊരു ട്രൈപോഡിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോണൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതുവരെ വന്നില്ല, എന്താണെന്നറിയില്ല, ആമസോൺ ഇന്ന് ഈ പ്രാവശ്യം ഡിലേ ആക്കി. അപ്പോൾ ഞാനിങ്ങനെ ബുക്കിങ്ങിൻ്റെ പുറത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓരോ ആഴ്ചയിലും ഓരോ വീഡിയോ വെച്ച് ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. പ്രോബബ്ലി I'll be releasing videos on Sundays. സാറ്റർഡേ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് സൺഡേ റിലീസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാ ആഴ്ചയിലും. അങ്ങനെ ഒരു വീക്ക്ലി ജേർണൽ പോലെ സെറ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജെന്യുവനായിട്ടുള്ള ആണുങ്ങളായാലും പെൺപിള്ളേരായാലും ആർക്കാണേലും ലൈഫ് മീഡിയോക്കർ ലൈഫ് സ്റ്റൈൽ അല്ല വേണ്ടത്, എനിക്ക് ഐ നീഡ് ടു അച്ചീവ് സംതിങ് മോർ. മനസ്സിലായില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കൂടെ എൻ്റെ ലൈഫും, ഞാനൊന്നും ഫിഗർ ഔട്ട് ചെയ്തിട്ടിരിക്കുന്ന ആളൊന്നും അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഞാനങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്ന രീതിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ലൈഫിൽ ഹയർ ലെവൽസ് റീച്ച് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ലിവ് ലോങ്കർ. ബൈ.